അസ്ബാബുകൾ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ സഹായം ലഭിക്കേണ്ട കാരണങ്ങളില്ല. ഖദീജ റളിയല്ലാഹു അൻഹ പോയി, അബൂ ത്വാലിബ് എന്നവർ പോയി. ആകെ പ്രതീക്ഷയുള്ളത് ഉമ്മാന്റെ കുടുംബക്കാരാണ്, ത്വായിഫുകാർ, സഖീഫ് ഗോത്രക്കാരാണ്. അവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അപ്പോൾ ദുനിയാവിൽ ലഭിതങ്ങൾക്ക് അസ്ബാബുകളില്ല. അസ്ബാബുകളില്ലെങ്കിൽ മുസബ്ബിബായ അള്ളാഹുലേക്ക് മനുഷ്യൻ തിരിയണം. ആ ബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ് ഇസ്രാ മിഅ്റാജിലൂടെ നമ്മൾ കാണുക. മുഅ്ജിസത്തുകൾ ഒരുപാടുണ്ട്. ആദ്യത്തെ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ മുഅ്ജിസത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രാ മിഅ്റാജുമാണ്. പക്ഷെ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയത് 2 സൂറകളിലാണ്. ഒന്ന് സൂറത്തുൽ ഇസ്രായിലും മറ്റൊന്ന് സൂറത്തുൽ നജ്മിലും. ഓക്കെ, സൂറത്തുൽ നജ്മിലെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ ഓതിയത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മക്കയിൽ നിന്ന് ആകാശത്തേക്ക് പോയില്ല? എന്തുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നു? ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ? അങ്ങനെ സംശയം വരൂലേ? നിസ്കാരം എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 ആകാശങ്ങൾക്കപ്പുറത്ത് വെച്ചുകൊണ്ട് അള്ളാഹു നൽകി? അത് ഭൂമിയിൽ വെച്ച് കൊടുത്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് 50 കൊടുത്തു പിന്നെ അത് 5 ചുരുങ്ങുന്നു? ഇതിൻ്റെയൊക്കെ യുക്തി എന്താണ്? ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ നബി ഞങ്ങൾ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാഴ്ചകളിൽ പല സംഭവങ്ങൾ. ഒന്ന്, മദ്യം ഹറാമാകുന്ന വിഷയം, വ്യഭിചാരത്തെ സംബന്ധിച്ച് പറയുന്നത്, പലിശയെക്കുറിച്ച് പറയുന്നത്, ഫിത്ന പറഞ്ഞുണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരുപാട് അദാബുകൾ നബി ഞങ്ങൾ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ മദ്യം ഹറാമായിട്ടില്ല, നിസ്കാരം നിർബന്ധമായിട്ടില്ല, പലിശ ഹറാമാക്കിയിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് ഈ കാഴ്ചകൾ അള്ളാഹു കാണിച്ചു കൊടുത്തു? ബൈത്തുൽ മുഖദ്ദസിൽ അംബിയാഇന് നബി തങ്ങൾ ഇമാമായി നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇസ്രാ മിഅ്റാജിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മളത് അനലൈസ് ചെയ്യുക മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അംബിയാഇന് 2 റക്അത്ത് ഇമാമായി നബി തങ്ങൾ നിസ്കരിക്കുന്നു. അതൊരു അത്ഭുതമാണ്. ആ സംഭവം, നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് ഇസ്രാ മിഅ്റാജിന് ശേഷമല്ലേ? പിന്നെ എങ്ങനെ നബി തങ്ങൾ അതിൻ്റെ മുമ്പ് നിസ്കരിച്ചു? വേണമെങ്കിൽ സംശയമില്ലെങ്കിൽ പിന്നെ ആവശ്യമില്ലേ? സംശയിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇതിന് ഉത്തരം കണ്ടെത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. നമ്മളൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമുക്ക് പറയൽ നിർബന്ധമായ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് തങ്ങളും സാക്ഷ്യം വഹിക്കുക തങ്ങൾക്ക് നിർബന്ധമാണ്. തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. പ്രവാചകത്വത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഹബീബിന് ലഭിച്ച നുബുവത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ട വലിയ ഒരു ബാധ്യത ഹബീബിൻ്റെ മുമ്പിലുണ്ട്. ആദ്യം ഹബീബ് അത് വിശ്വസിക്കുന്നു, എന്നിട്ട് ജനങ്ങളിലേക്ക് ദഅവത്ത് ചെയ്യുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദഅവത്തിന് 2 സംരക്ഷണങ്ങൾ വേണം. ഒന്ന്, എക്സ്റ്റേണൽ പീസ് വേണം, ഇൻറ്റേർണൽ പീസ് വേണം. ഇത് രണ്ടുണ്ടെങ്കിലേ ഒരാൾക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിന് സമാധാനം വേണം, പുറമേ സുരക്ഷിതത്വം വേണം. ഒരു യുദ്ധത്തിന് നടുവ് പോയിട്ടൊന്നും വേദം പറയാൻ പറ്റില്ലല്ലോ, ആർക്കും ദഅവത്ത് ചെയ്യാൻ പറ്റില്ല. സുരക്ഷിതത്വം വേണം. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ ഇന്നർ പീസ് ലഭിച്ചിരുന്നത്, അതിന് പ്രധാനപ്പെട്ട കാരണമായിരുന്നത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എന്നാൽ എക്സ്റ്റേണൽ നബി തങ്ങൾക്ക് ലഭിച്ചിരുന്ന പ്രൊട്ടക്ഷൻ അതായിരുന്നു അബൂ ത്വാലിബ് എന്നവർ. അബൂ ത്വാലിബ് എന്നവർ മക്കയുടെ നേതാവാണ്. മക്കയിലെ പ്രമാണിമാരായ ഖുറൈശികൾക്കിടയിലേക്കാണല്ലോ ഖുർആൻ ഇറങ്ങുന്നത്. ഖുർആൻ എന്തുകൊണ്ട് മക്കക്കാർക്ക് വന്നു? വേണമെങ്കിൽ സംശയം വരാം. എന്തുകൊണ്ട് മക്കയിൽ അവതരിച്ചു? ഖുർആൻ അങ്ങ് മദീനയിൽ അവതരിച്ചുകൂടായിരുന്നോ? മക്കയാണ് അറബികളുടെ ആസ്ഥാനം. അറബികളായ അറബികൾ, നബത്തുകളുണ്ട്, ഷാമുകാരുണ്ട്, പിന്നെ ഇറാഖിലുണ്ട്, ലോകത്തിൻ്റെ പല, നമ്മുടെ അറേബ്യൻ പെനിൻസുലയുടെ ഒരുപാട് ഭാഗങ്ങളിൽ, യമനിലുണ്ട്. പക്ഷേ ഈ അറബികളൊക്കെ നേതൃത്വം വഹിക്കുന്ന അറബ് സമൂഹം മക്കയിലായിരുന്നു, ഖുറൈശികൾ. അവരാണ് പ്രധാനപ്പെട്ട 2 യാത്രകൾ ചെയ്തിരുന്നത്. റിഹ്ലത്ത ശിതാഇ വസ്സൈഫ്,
لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. തണുപ്പുകാലത്തും ചൂടുകാലത്തും യാത്ര പോയിരുന്ന ഖുറൈശികളുടെ യാത്രയിൽ അവർക്ക് അഭയം കൊടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ട് അഭയം കിട്ടിയെന്നറിയോ? ഖുറൈശികൾ ആരെങ്കിലും തൊട്ടാൽ ഈ തൊടുന്നവരൊക്കെ എന്നെങ്കിലും മക്കയിൽ വരേണ്ടവരാ. അതുകൊണ്ട് ഖുറൈശികൾ പകരം ചെയ്യുന്നവർക്കറിയാം. ഖുറൈശികൾ ആരും തൊടൂല. എന്തേ? ഇവർ കഅബാലയത്തിൻ്റെ ആളുകളാണ്. അതുമാത്രമല്ല, അസ്ഹാബുൽ ഫീലിൻ്റെ ചരിത്രം നാടിന് മൊത്തം അറിയാം. കഅബയെ പൊളിക്കാൻ വന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ ഉപയോഗിച്ച് തുരത്തി ഓടിച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഈ സംഭവങ്ങളുടെ പേരിൽ ഖുറൈശികൾക്ക് ഭയങ്കരമായ സ്ഥാനമുണ്ട് അറബികൾക്കിടയിൽ. അതുകൊണ്ട് ആരും അവരെ തൊടൂല. ഇവർ കഅബാലയത്തിൻ്റെ സംരക്ഷകരാണ്. കഅബാലയത്തിൻ്റെ റബ്ബ് ആനപ്പടയെ ആട്ടിയോടിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്കൊരു ഹൈബത്ത്, ഒരു ഗാംഭീര്യം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അങ്ങനത്തെ ഖുറൈശികൾ എന്ന് പറയുന്ന അറബുകളുടെ തറവാടിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നബി തങ്ങൾ സ്വീകരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഹക്കാണ്. ഈ സന്ദേശം സാധാരണക്കാർക്ക് മാത്രമുള്ളതല്ല. എത്ര വലിയ പ്രമാണിയാണെങ്കിലും അവരുടെ മുമ്പിൽ നിയമമാണ്. ഇത് പഠിപ്പിക്കാനാണ് മക്കയിലേക്ക് നബി തങ്ങൾ പറഞ്ഞേക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികൾ കേൾക്കണം ഇസ്ലാമിൻ്റെ ശരീഅത്ത്. ഖുറൈശികൾ നിസ്കരിക്കണം, അവർ നോമ്പെടുക്കണം, അവർ സക്കാത്ത് കൊടുക്കണം, അവർ ഹജ്ജ് കൊടുക്കണം. അവരുടെ സ്ഥാനം എത്ര വലുതാണെങ്കിലും അതിന് അള്ളാഹുവിൻ്റെ നിയമം കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് റിസാലത്ത് മക്കയിൽ വരാനുള്ള കാരണം. അതിൻ്റെ സിർറതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ഈമാൻ വേണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തങ്ങളും അത്തഹിയ്യാത്തിൽ അതാ ഓതുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് റസൂലുള്ളാഹി നിങ്ങൾ പറയുന്ന ആലോചിച്ച് നോക്കി, എന്തൊരു മനോഹരമാണത്. അത് അബൂജഹലും മുത്തുബത്തും ഷൈബത്തും വലീദും ഉമയ്യത്ത് ബിൻ ഖലഫും മുഴുവൻ പറഞ്ഞേ പറ്റൂ. അബൂലഹബും പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റിസാലത്തിൻ്റെ മുമ്പിൽ ഒരാളും ചെറുതാവില്ല, ഒരാളും വലുതല്ല. എല്ലാവരും റിസാലത്തിൻ്റെ മുമ്പിൽ താഴെയാണ്. അതുകൊണ്ടാണ് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവർ സമ്മതിക്കാതിരുന്ന കാരണം എന്താ? അതൊരു വെറുമൊരു വാക്കാണെങ്കിൽ ഖുറൈശികൾക്ക് പ്രശ്നമില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ. അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്തിനൊരു മദ്ലൂലുണ്ട്, അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പ്രവർത്തനത്തിൽ വേണം, വാക്കിൽ വേണം, ജീവിതത്തിൽ വേണം. അങ്ങനെ വരികയാണെങ്കിൽ ഖുറൈശികളും അവരല്ലാത്തവരും ഒരുപോലെയാണ് എന്ന ഇസ്ലാമിൻ്റെ ഈക്വാലിറ്റി അവർ സമ്മതിക്കേണ്ടി വരും. അവരുടെ ഈഗോ അതിനെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരുന്നു. അല്ലാഹ് ഏകനാണെന്ന് അവർക്ക് തിരിയാത്തത് കൊണ്ടല്ല പല ആളുകൾക്കും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുമൊരു വാക്കല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരാശയമാണ്. ആ ആശയം ജീവിതത്തിൽ പ്രകടിതമായേ പറ്റൂ. അതിന് ഞങ്ങൾ സമ്മതിക്കൂല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ഏകരാണ്, നമ്മളൊക്കെ ഒരുപോലെയാണ്. അത് ഖുറൈശികൾക്ക് ചിന്തിക്കാൻ പറ്റൂല. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ച് 13 കൊല്ലം തികയുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആന്തരിക മാനസികമായ വിഷയങ്ങൾക്ക് സമാധാനം നൽകിയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, എക്സ്റ്റേണൽ അബൂ താലിബിൻ്റെ അനുജൻ്റെ മോനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബ് എന്ന മക്കയുടെ ചീഫാണ്. മക്കയുടെ ചീഫായ ഹാഷിമിയായ ഒരാളുടെ അനുജൻ്റെ മോൻ, തങ്ങളെ വാപ്പ പോലെ അബൂ താലിബ് കാണുന്നത്. അദ്ദേഹം മുസ്ലിം ആയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും ഖുറൈശികൾ തൊടുകയാണെങ്കിൽ ഹാഷിം കുടുംബം വിട്ടുകൊടുക്കൂല. കാരണം അതവരുടെ കുടുംബ വിഷയമായിട്ട് മാറും. ഹാഷിം കുടുംബവും ഖുറൈശികളുടെ നേതാക്കന്മാരും തമ്മിൽ കലാപം നടക്കും ഇവിടെ. അതുകൊണ്ട് അബൂ താലിബ് ജീവിച്ചിരിക്കുന്ന കാലം ആരും ഹബീബിനെ തൊടാൻ വന്നിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അബൂ താലിബ് എങ്ങാനും മുസ്ലിമായിരുന്നുവെങ്കിൽ അബൂ താലിബിനെ അടക്കം ഒരു കൊല്ലുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അബൂ താലിബിനെ മുശ്രിക്കായിട്ട് തന്നെ നിലനിർത്തി. എന്നിട്ട് നബി തങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കുകയും ചെയ്തു. അത് അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ്. അല്ലെങ്കിൽ അവർ പറയും വാപ്പയും മോനും അനിയൻ്റെ മോനും മുത്താപ്പയും ഒരു മതത്തിൻ്റെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞവർക്ക് മേക്കെട്ട് വരാൻ എളുപ്പമായിരുന്നു. പക്ഷേ അബൂ താലിബ് അവരുടെ നേതാവാ, അതുകൊണ്ടൊന്നും ചെയ്യാൻ വയ്യ. ആ നേതാവ് നബിക്ക് ഫുൾ സപ്പോർട്ട്. അബൂ താലിബിൻ്റെ വഫാത്തിന് ശേഷം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്ബാബുകൾ നഷ്ടപ്പെടുന്നു എന്നൊരവസ്ഥ വരുന്നു. കാരണം ദുനിയാവിൽ ജീവിക്കാൻ അസ്ബാബുകൾ വേണം. നമ്മൾ മനുഷ്യർ അള്ളാഹുവിൻ്റെ സബബുകളാണ് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കുട്ടിക്ക് ഒരു വാപ്പയും ഉമ്മയും ഉണ്ടാവുക, ഒരു കുട്ടിക്ക് ജ്യേഷ്ഠന് അനുജനുണ്ടാകുന്നത്, പെങ്ങളുണ്ടാകുന്നത്, അധ്യാപകരുണ്ടാകുന്നത്, കൂട്ടുകാർ, ഫ്രണ്ട്സ് ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹു നൽകുന്ന സബബുകളാണ്. ഈ സബബുകൾ അറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് പോവുകയാണ് ത്വായിഫിലേക്ക്. ആമുൽ ഹുസ്ൻ എന്ന ആ വർഷത്തെ അറിയപ്പെടുന്നത് അബൂ ത്വാലിബ് എന്നവരും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും രണ്ടുപേരും ഒരുമിച്ച് വഫാത്തായത് ഒരു വർഷമാണ്. ആ വർഷത്തിൻ്റെ പേര് ആമുൽ ഹുസ്ൻ, ദ ഇയർ ഓഫ് സോറോ, ദുഃഖത്തിൻ്റെ കാലഘട്ടം, ദുഃഖത്തിൻ്റെ വർഷം എന്നാണ്. തങ്ങൾക്കത് ദുഃഖമായിരുന്നു, തങ്ങൾക്ക് വേദനയായി. കാരണം നബുവത്തിൻ്റെ ഈ ദൗത്യം എങ്ങനെ നബി തങ്ങൾ നിർവഹിക്കും? അബൂ ത്വാലിബ് ഇല്ലല്ലോ, ഇവർ സമ്മതിക്കുകയും ചെയ്യില്ലല്ലോ. ആ വിഷമം നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ത്വായിഫിലേക്ക് പോകുന്നു. ത്വായിഫിലേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററോളം തങ്ങൾ നടന്നിട്ടുണ്ടാവുമെന്നാണ് അനുമാനം, ചരിത്രത്തിൻ്റെ അനുമാനം. 60 കിലോമീറ്റർ എന്തായാലും ഉണ്ട്, ഷോർട്ട് പോയാൽ തന്നെ ഒരു 100 കിലോമീറ്ററെങ്കിലും തങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അബ്ദു യാലീലിബ്നു അബ്ദു കുലാൽ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ നേതാവിനെ നബി തങ്ങൾ പോയി കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും കൊടുത്ത മറുപടി ഭയങ്കരമായ സങ്കടകരമായിരുന്നു. ഒരാൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ നിങ്ങൾ വലിയ ആളല്ല, നിങ്ങളോട് സംസാരിക്കാൻ ഞാനായിട്ടില്ല, ഞാൻ പോവാണ്. പിന്നെ ഒരാൾ പറഞ്ഞു, നിങ്ങളെക്കാളും മെച്ചുള്ള ഒരാളെയൊന്നും അള്ളാഹ്ക്ക് കിട്ടിയില്ലേ? വേറൊരാൾ വന്നിട്ട് കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും ഞാൻ നിങ്ങളെ വിശ്വസിക്കൂല. അങ്ങനെ നിങ്ങളോട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു സഹായാഭ്യർത്ഥന ചെയ്തുവെന്നും നിങ്ങളത് നിരസിച്ചുവെന്നും ഖുറൈശികളോട് പറയണ്ട. നാട്ടുകാരോട് പറഞ്ഞ് മാനം കെടുത്തരുത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പറയും. ഉടനെ തന്നെ ആളയച്ചു മക്കയിൽ പോയി പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു, അത് മാത്രമല്ല. അപ്പോൾ നബി തങ്ങൾ പറയുന്ന, ഞാൻ സമാധാനപരമായിട്ടൊന്ന് പോവാണ്. നിങ്ങൾ പോവണ്ട, ഞങ്ങൾ ഭ്രാന്തന്മാരെയും കുട്ടികളെയും കൊണ്ട് എറിഞ്ഞോടിച്ച് നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കുന്നവർ. ആ വേദനയിലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖർനുൽ മനാസിലേക്ക് ഇറങ്ങി വരുന്നത്, ഖർനു സആലിബിലേക്ക്. ഇന്നത്തെ മീഖാത്താണ്, ത്വായിഫിൻ്റെ മീഖാത്താണത്. അവിടേക്ക് നബി തങ്ങൾ വന്നിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ബാബുകൾ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ സഹായം ലഭിക്കേണ്ട കാരണങ്ങളില്ല. ഖദീജ റളിയല്ലാഹു അൻഹ പോയി, അബൂ ത്വാലിബ് എന്നവർ പോയി. ആകെ പ്രതീക്ഷയുള്ളത് ഉമ്മാൻ്റെ കുടുംബക്കാരാണ്, ത്വായിഫുകാർ, തഖീഫ് ഗോത്രക്കാരാണ്. അവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അപ്പോൾ ദുനിയാവിൽ നബി തങ്ങൾക്ക് അസ്ബാബുകളില്ല. അസ്ബാബുകളില്ലെങ്കിൽ മുസബ്ബിബായ